സർവകലാശാലകളിലെ വി.സി. നിയമിക്കുന്നതിനുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുന്നതിൽ സർക്കാർ കൊണ്ടുവന്ന നിയമ ഭേദഗതിയിൽ ഗവർണർ എടുത്ത തീരുമാനം എന്തെന്ന് അറിയിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. ചാൻസലർ കൂടിയായ ഗവർണറുടെ അഭിഭാഷകൻ സമയം തേടിയതിനെ തുടർന്ന് കേരളത്തിലെ സർവകലാശാലകളിൽ 1 വർഷമായി വി.സി. മാറില്ലെന്നും നിയമനങ്ങൾ നടത്താൻ നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ ഹർജി ഹൈക്കോടതി 18-ന് പരിഗണിക്കാൻ മാറ്റിയിരിക്കുകയാണ്. നിയമ ഭേദഗതിക്ക് ഗവർണറുടെ അനുമതി വൈകുന്നതാണ് വി.സി. നിയമനം വൈകാൻ കാരണമെന്ന് സർക്കാർ നേരത്തെ അറിയിച്ചിരുന്നു. തുടർന്നാണ് ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകിയത്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് എക്കണോമിക്സ് വിഭാഗം മുൻ മേധാവിയായ ഡോക്ടർ മേരി ജോർജ് നൽകിയ ഹർജി ജസ്റ്റിസ് എ. മുഹമ്മദ് മുഷ്താഖ്, ജസ്റ്റിസ് ശോഭ അന്നമ്മ ഈപ്പൻ എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് പരിഗണിക്കുന്നത്. നിയമ ഭേദഗതിയിൽ ഗവർണർ തീരുമാനമെടുക്കാത്തത് ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിൽ ഹർജി ഉള്ളതിനാൽ ഈ ഹർജി നിലനിൽക്കില്ലെന്നാണ് സർക്കാരിന്റെ വാദം. അതേസമയം ഗവർണറും സർക്കാരും തമ്മിലുള്ള പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഗവർണറുടെ തീരുമാനം എന്താണെന്നറിയാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ബില്ലുകളിൽ തീരുമാനം വൈകിപ്പിക്കുന്നതിലൂടെ ഗവർണർ ജനങ്ങളോടും നിയമസഭാ അംഗങ്ങളോടും കടുത്ത അനീതിയാണ് കാണിക്കുന്നത് എന്ന് ചൂണ്ടിക്കാട്ടി നേരത്തെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നു. പല കേസുകളിലായി ഗവർണർമാരുടെ ഇത്തരം നടപടികൾക്ക് എതിരെ സുപ്രീം കോടതി രൂക്ഷ വിമർശനം നടത്തിയെന്നതും ശ്രദ്ധേയമായ വസ്തുതയാണ്. പുതിയ ഹർജിയിൽ എന്തായിരിക്കും സുപ്രീം കോടതി നിലപാടെന്നാണ് എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത്. നേരത്തെ ഗവർണർക്കെതിരെ പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കും സംസ്ഥാന സർക്കാർ കത്തയച്ചിരുന്നു. ഗവർണറെ തിരികെ വിളിക്കണം എന്നാവശ്യപ്പെട്ടായിരുന്നു കത്ത് നൽകിയത്. ഗവർണർ ചുമതല നിറവേറ്റുന്നില്ലെന്നും നിരന്തരം പ്രോട്ടോകോൾ ലംഘനം നടത്തുന്നുവെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഗവർണറും സംസ്ഥാന സർക്കാരും തമ്മിൽ കാലങ്ങളായി നിലനിൽക്കുന്ന ഭിന്നതയിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുമുള്ള നിർണായക നീക്കമായിരുന്നു ഈ കത്തയക്കൽ നടപടി. ഗവർണറുടെ പ്രോട്ടോകോൾ ലംഘനവും ഈ കത്തിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. കേരള സർവകലാശാല സെനറ്റിൽ ABVP പ്രവർത്തകരെ നിയമിച്ച ഗവർണറുടെ നടപടിക്കെതിരെ SFI നിരവധി പ്രതിഷേധങ്ങൾ നടത്തിയിരുന്നു. ഗവർണർ വരുന്ന വഴി നീളെ ബാനറുകൾ സ്ഥാപിച്ചും കരിങ്കൊടി കാട്ടിയും SFI പ്രവർത്തകർ പ്രതിഷേധിച്ചു. ഇതിനോടൊക്കെ ഗവർണർ പ്രതികരിച്ച രീതിയെ സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാട്ടിയിരുന്നു. കരിങ്കൊടി പ്രതിഷേധങ്ങളിൽ പ്രകോപിതനായ ഗവർണർ കോഴിക്കോട് മിഠായി തെരുവിലൂടെ നടന്നതിൽ ഗവർണർ നടത്തിയത് പ്രോട്ടോകോൾ ലംഘനമെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചിരുന്നു. എങ്കിലും കേരളം നല്ല ക്രമസമാധാന നിലയുള്ള സംസ്ഥാനമാണ് എന്ന് ഇതോടെ ഗവർണർക്കും മനസ്സിലായി കാണും എന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. ബോധപൂർവം പ്രശ്നമുണ്ടാക്കാനാണ് ഗവർണറുടെ ശ്രമമെന്നാണ് മന്ത്രിമാരുടെ പ്രതികരണം. എന്നാൽ ഇതെല്ലാം ഗവർണറും സർക്കാരും നടത്തുന്ന നാടകമാണെന്നാണ് പ്രതിപക്ഷം ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവരവരുടെ മനസ്സിൽ എന്താണെന്ന് പറയാൻ കഴിയില്ലല്ലോ. ഏതോ ഒരു ചില കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കുമല്ലോ അദ്ദേഹം ഇറങ്ങിയിട്ടുണ്ടാകുക. അതെന്തായിരുന്നു മനസ്സിൽ ഉദ്ദേശിച്ചതെന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കേണ്ടതാണ്. ഏതായാലും അദ്ദേഹം മനസ്സിലാക്കേണ്ടത് ഇവിടെ ഈ നിയതമായ രീതിയിലുള്ള പ്രകടിത രൂപങ്ങളാണ് ഉണ്ടാകുന്നത്, അനിയന്ത്രിതമായ കാര്യങ്ങളല്ല എന്നർത്ഥം. അപ്പോൾ അദ്ദേഹത്തിന് എതിരെ പ്രതിഷേധം ഉയർന്നത് അത് സാധാരണഗതിയിൽ പ്രതിഷേധിക്കേണ്ട ഒരു കാര്യം അദ്ദേഹം ചെയ്തപ്പോൾ അതിനെതിരെയുള്ള പ്രതിഷേധമായിട്ട് ഉയർന്നതാണ്. അതിന് മറ്റു മാനങ്ങൾ കാണേണ്ടതായിട്ടില്ല. അദ്ദേഹം കണ്ടതുപോലെ ഗുണ്ടകളോ ക്രിമിനലുകളോ അല്ലെങ്കിൽ മറ്റ് വിശേഷണ പദങ്ങൾ വെച്ചല്ലോ, ആ വിശേഷണ പദങ്ങളൊന്നും ചേരുന്നവരല്ല ഇത് നടത്തിയത്. നമ്മുടെ നാടിൻ്റെ ഭാവി വാഗ്ദാനങ്ങളായ വിദ്യാർത്ഥികൾ അവരുടെ മേഖലയിൽ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചാൻസലർ എന്ന നിലക്ക് അദ്ദേഹം ചെയ്തപ്പോൾ ആ ചാൻസലർ നടപടിയെ ചോദ്യം ചെയ്യുക എന്താണ് ഉണ്ടായിട്ടുള്ളത്. അത് സമ്മതിക്കില്ല എന്ന് വന്നപ്പോൾ അതിനെതിരെ കൂടുതൽ ശക്തമായ പ്രതിഷേധം ഉയർത്താനും അവർ തയ്യാറായിട്ടുണ്ട്. അത് ജനാധിപത്യ സംവിധാനത്തിൻ്റെ കരുത്തും കേരളത്തിൻ്റെ പ്രത്യേകതയും തന്നെയാണ് കാണിക്കുന്നത്. അതിൻ്റെ ഭാഗമായി മറ്റ് അനിയന്ത്രിതമായ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇതിലൂടെയെല്ലാം
വ്യക്തമാകുന്നത്. അദ്ദേഹത്തിന് വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഉദ്ദേശങ്ങളുണ്ടോ? ഇനി നിങ്ങളിൽ ആരെങ്കിലും ചില കാര്യങ്ങൾ, പല കാര്യങ്ങളും നിങ്ങൾ റിപ്പോർട്ട് ചെയ്യല്ലോ. അങ്ങനെ റിപ്പോർട്ട് ചെയ്ത് വന്നപ്പോൾ അതിൻ്റെ ഭാഗമായി കണ്ടെത്തിയ കാര്യം അതൊന്ന് പ്രാവർത്തികമായി കിട്ടിയാൽ താൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇവിടെ നടപ്പാക്കാൻ ഉദ്ദേശിക്കണോ? അതൊക്കെ അദ്ദേഹം പറയേണ്ട കാര്യങ്ങളാണ്, നമ്മൾ ഊഹിച്ച് പറയേണ്ട കാര്യമല്ലല്ലോ. റിപ്പോർട്ടുകൾ പലതും വന്നില്ലല്ലോ. ഒരു ഘട്ടത്തിൽ വന്നൊരു കാര്യം, ഈ ഗവർണർ ആക്രമിക്കപ്പെട്ടാൽ പിന്നെ ആ സംസ്ഥാനത്തെ ഗവൺമെൻറ്റിനെ പിരിച്ചുവിടാനുള്ള ന്യായമായി എന്ന് നിങ്ങളിലൊരാൾ, നിങ്ങളെന്ന് വെച്ചാൽ ഇവിടെ ഇരിക്കുന്നവരല്ല, മാധ്യമപ്രവർത്തകരിൽ ഒരാൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ ആ വഴിയും ചിന്തിച്ചിരോ എന്ന് പറയാൻ പറ്റില്ല. ഏതായാലും നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യകരമായ അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത് എന്നത് വ്യക്തമായിരിക്കുന്നു. അത് രാജ്യത്തിന് മുന്നിൽ അദ്ദേഹത്തിൻ്റെ ചെയ്തികളിലൂടെ വെളിവാക്കി കൊടുക്കാനും കഴിഞ്ഞിരിക്കുന്നു. അതാണ് കാണേണ്ടത്.